അടുത്ത ദിവസം തങ്ങ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവൾക്കായി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ട് വേണം ഇന്നൊരു പാർട്ടിയിൽ നിർബന്ധമായിട്ട് പോകണമെന്ന് അത് കേൾക്കുന്ന തങ്ങിന് ഒന്നും തന്നെ മനസ്സിലാകുന്നു. ഇവിടെ ഈ പാർട്ടിയിൽ ചിയാങ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഹീറോയുടെ ഗേൾഫ്രണ്ട് ആണ്. ഹീറോ ഈ പാർട്ടി ഒരുക്കിയിരിക്കുന്നത് ചിയാങ്ങിനെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് സംസാരിച്ചു നിൽക്കുമ്പോൾ അപ്പോഴേക്കും അവിടേക്ക് തങ്ങ് ഹീറോ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സിൽ ഒരു ബാർബിയെ പോലെ പാർട്ടിയിൽ വരുന്നു. ചിയാങ് തങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് ഈ പാർട്ടി തന്നെ ഹീറോ നടത്തുന്നത് എനിക്ക് വേണ്ടിയാണ്, നിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നതെന്ന് സംസാരിക്കുമ്പോൾ തങ്ങിന് പറയുന്നത് സത്യമായിരിക്കും എന്ന് കരുതി പിന്നെന്തിനാ എന്നോട് വരാനായി ആവശ്യപ്പെട്ടതെന്ന് അവൾ പറഞ്ഞ് മനസ്സിൽ പറയുന്നു. അന്നേരം ഒരു ലേഡി ഓടി വന്ന് ഹീറോ ചിയാങ്ങിനെ പ്രപ്പോസ് ചെയ്യാൻ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു വരുമ്പോൾ തങ്ങിനാകെ ഫീൽ ആവുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ തിരിച്ചു പോകുന്നു. അങ്ങനെ പോകും വഴിയിൽ അവിടെ ഒരു മൈക്ക് കാണുന്നു. അപ്പോൾ അവൾക്ക് അമ്മ പാട്ട് പാടാൻ വിടാത്ത കാര്യം, മുത്തശ്ശിയുടെ മരണവും നിന്റെ കരിയർ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്ന് ലിയാങ് പറഞ്ഞ കാര്യം, പിന്നെ പോരാത്തതിന് മുത്തശ്ശിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്നത് അവളൊരു വലിയ പാട്ടുകാരി ആവണം എന്നതാണ്. സോ അതെല്ലാം തങ്ങിന് ഓർമ്മ വരുന്നു. ഉടനെ അവിടേക്ക് പോയി സ്റ്റാർ എന്ന ബോർഡും തൂക്കി അവൾ മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാനാണ് സ്റ്റാർ. അതിനുശേഷം അവൾ പാട്ട് പാടാൻ ആരംഭിച്ചു. ഇവിടെ ഹീറോ ഇപ്പോഴാണ് വന്നതും തങ്ങിനെ അന്വേഷിക്കുമ്പോൾ ആരോ പാട്ട് പാടുന്ന സൗണ്ട് ഹീറോ കേൾക്കുന്നു. ഇതാ സ്റ്റാറിന്റെ വോയിസ് അല്ലേ? സ്റ്റാറിന്റെ വോയിസ് കേട്ട ഉടനെ അവിടെയുള്ള മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ ചിയാങ്ങിന് ദേഷ്യമാണ് വരുന്നത്. കാരണം അവളുടെ അമ്മയ്ക്ക് ക്യാഷ് കൊടുത്തിട്ട് പാടിപ്പിക്കരുത് എന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാണ് അവൾ വീണ്ടും വന്നതെന്ന് പറഞ്ഞ് ദേഷ്യം വരികയാണ്. ശേഷം വോയിസ് കേട്ടിടത്തേക്ക് ഹീറോ പോയി നോക്കുന്നു. ഇത്തവണയും ആ സ്റ്റാറിന്റെ മുഖം കാണാമെന്ന് കരുതി എല്ലാവരും ഒത്തുചേരുന്നു. അതേസമയം തങ്ങ് പാട്ട് പാടി ഫിനിഷ് ചെയ്യുന്നു. ശേഷം ആളെ കാണാൻ വേണ്ടി ലൈറ്റ് ഓൺ ചെയ്യാൻ ഹീറോ പറയുമ്പോൾ എല്ലാവരും ഷോക്കാവുകയാണ്. തങ്ങാണ് സ്റ്റാർ എന്ന് കണ്ടതും ഹീറോയ്ക്ക് ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം പല വർഷമായി ഹീറോ ആരാധിക്കുന്ന ഒരു വോയിസ് ആണ്. ആ വോയിസിന്റെ ഉടമത്തിന്റെ ഭാര്യയാണല്ലോ എന്ന് അറിഞ്ഞതും ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ ചിയാങ് ഇവൾ സ്റ്റാർ ഒന്നുമല്ല എന്ന് എല്ലാവരോടും പറയുമ്പോൾ ലിയാങ് വന്ന് തങ്ങാണ് സ്റ്റാർ, തങ്ങിനെ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാനായി നീയാണ് അവളുടെ അമ്മയ്ക്ക് ക്യാഷ് കൊടുത്തതെന്ന് പറഞ്ഞ എല്ലാ സത്യം തുറന്നു പറയുന്നു. അത് കേട്ട ഹീറോയ്ക്ക് ഒരുപാട് ദേഷ്യം വന്ന് ഇതെല്ലാം ഞാൻ മീഡിയയിൽ പറയും, എന്റെ തനി സ്വരൂപം എല്ലാവരും അറിയട്ടെ, സ്റ്റാർ എന്ന ടൈറ്റിൽ എന്റെ ഭാര്യയ്ക്ക് മാത്രമാണെന്ന് പറയുന്നു. ചിയാങ് ഉടനെ ഹീറോയോട് നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഈ പാർട്ടിയെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തങ്ങാകെ ഫീലായി. നിങ്ങൾ പ്രപ്പോസ് ചെയ്, ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഹീറോ അവളുടെ കൈ പിടിച്ച് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ച് ആരാണ് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്, ഞാൻ ഈ പാർട്ടി വെച്ചത് തന്നെ നിനക്ക് വേണ്ടിയാണ്, നിന്നെ പ്രപ്പോസ് ചെയ്യാനായെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഹാപ്പി ആവുന്നു. അന്നേരം മുത്തശ്ശി 2 കുഞ്ഞുങ്ങളുമായി വരുന്നു. മുത്തശ്ശി വന്നതും ചിയാങ്ങിന് ഒരു അടി കൊടുത്തിട്ട് നീ ഒന്നും എന്റെ കുടുംബത്തിലേക്കൊന്നും വരാനേ പാടില്ല, എന്റെ മരുമകൾ 2 കുഞ്ഞുങ്ങളെയാണ് തന്നത്, എന്നാൽ നീ എന്റെ കുടുംബത്തിൽ വരാനേ നോക്കരുത്, നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞ് ചിയാങ്ങിനെ ഗാർഡ്സിനെ കൊണ്ട് പുറത്താക്കുന്നു. എന്നിട്ട് എല്ലാവരോടും തങ്ങാണ് എന്റെ മരുമകൾ, അവളെ ആരും ബുള്ളി ചെയ്യരുതെന്ന് പറഞ്ഞ് മുത്തശ്ശി അനൗൺസ്മെന്റ് ചെയ്യുന്നു. ആ ഒരു ടൈമിൽ ഹീറോ തങ്ങിനെ പ്രപ്പോസ് ചെയ്യുന്നു. അവിടെയുള്ളവർ ഓക്കെ പറയാനായി പറഞ്ഞു ഉച്ചത്തിൽ പറയുമ്പോൾ ഇവളും ഓക്കെ പറഞ്ഞ് റിങ് ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഒരുപാട് പേടിച്ചു, നിങ്ങൾ ചിയാനെയാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്ന് കരുതി അവൾ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഈ ഒരു ഡ്രാമ ഈ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തങ്ങിനെയും ഹീറോയും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്